ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ മണിക്കൂറുകളിലുമായി ഇന്ന് പുലർച്ചെയൊക്കെയായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിലെ ഒരു ആശുപത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് ഇസ്രായേൽ പറയുന്നു. ശരിക്കും ഇറാൻ പറയുന്നു ആശുപത്രിയല്ല ആക്രമിച്ചത്, അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള ഒരു ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി. സൊറോക്ക ആശുപത്രി, അത് ഇസ്രായേലിലെ തന്നെ വലിയൊരു ആശുപത്രിയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഈ യുദ്ധ നിയമങ്ങളൊക്കെ ലംഘിച്ച് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ള നിലയിലാണ്. ആശുപത്രിയിൽ നിന്ന് നിരവധി രോഗികളും അതുപോലെ ജീവനക്കാരും ഒക്കെ പരക്കം പായുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ആശുപത്രി ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഇസ്രയേല് ലോകത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കനത്ത തിരിച്ചടി മണിക്കൂറുകൾക്കുള്ളിൽ നൽകും എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ ഇസ്രയേൽ ക്യാറ്റ്സും ഒക്കെ മുന്നറിയിപ്പ് നൽകിക്കഴിയുന്ന സമയമാണ്. ഇപ്പൊ ഈ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ആശുപത്രി ആക്രമണം എന്ന ടൈറ്റിലാണ്, അല്ലെങ്കിൽ അതാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ചർച്ചയായി കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്നലെ രാത്രിയിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ അവർ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന അറാഖ് എന്ന് പറയുന്ന ഒരു ജല ആണവ നിലയം ആക്രമിക്കപ്പെട്ടു. അതിന് സാരമായ കേടുപാടുകൾ വരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു ആക്രമണം കൃത്യമായിട്ടും ഉണ്ടായി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നാൽ, ഇസ്രായേൽ പറയുന്നു ഇറാന്റെ ആകാശം ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞു, ഞങ്ങൾക്ക് എയർ സുപ്രീമസി ഉണ്ട്. ഇറാൻ പറയുന്നു ടെല്ലവീവിന്റെ ആകാശം ഞങ്ങൾ കീഴടക്കി കഴിഞ്ഞു, ഞങ്ങളാണ് ഭരിക്കുന്നത് അവരുടെ ആകാശം എന്ന നിലയിലൊക്കെയാണ്. അതേസമയം ഇറാൻ അനൗൺസ് ചെയ്തത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3യുടെ 12th വേവാണ്, 12ാം ഘട്ടമാണ്. ആ 12ാം ഘട്ടം അതിന് തൊട്ടു മുമ്പാണ് ഇറാനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തിയത്, ബോംബിംഗ് നടത്തിയത്. അതിലൊന്നാണ് ഈ അറാഖ് എന്ന് പറയുന്ന ജല ആണവ നിലയം. പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണമൊക്കെ നടക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, നോട്ടബിൾ എന്ന് നമുക്ക് പറയാവുന്ന ഒരു സ്പോട്ടാണ് ശരിക്ക് ഈ അറാഖ് ജല ആണവ നിലയം എന്ന് പറയുന്നത്. അവിടേക്ക് അടക്കം ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് മറുപടിയായിട്ടാണ് ഓവർനൈറ്റ് തുടർച്ചയായി മിസൈൽ വർഷം, ബാരേജസ് ഓഫ് മിസൈൽസ് എന്ന് പറയാവുന്ന പോലെ മിസൈലുകൾ ഇറാൻ വർഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സൊറോക്ക ആശുപത്രി, അവര് ഈ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 300 മീറ്റർ അപ്പുറം വരെ ഞങ്ങളുടെ മിസൈലുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നേരെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്. അങ്ങനെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടത്തിയ ആക്രമണം തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിക്ക് വലിയ കേടുപാടുകൾ വരുത്തുന്ന തരത്തിൽ, ആശുപത്രിയിൽ നേരിട്ട് പതിച്ചില്ല, ആശുപത്രിയുടെ സമീപത്ത് പതിക്കുകയും ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും രോഗി ICU എന്ന് പറയുന്നത് പോലെ ആശുപത്രി മുഴുവനായിട്ട് ഇപ്പോൾ ബോംബ് ഷെൽട്ടറിലാണ് എന്ന് അവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു, 47 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരമാണ്. ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടുന്നതിനിടെ 18 പേർക്ക് അതുമായി ആശുപത്രിയിൽ പരിക്കേറ്റു എന്നൊക്കെയുള്ള വിവരം അതുമായി ബന്ധപ്പെട്ട് വരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. അതുപോലെ ടെല്ലവീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിംഗ്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. ബിൽഡിങ്ങിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വാർത്ത ഇറാന്റെ ആക്രമണത്തിൽ. അതുപോലെ ഇസ്രായേലിലെ റമാത്ത് ഗാൻ മേഖലയിൽ 20 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിലെ ഒരു ഇടത്തോ അല്ലെങ്കിൽ രണ്ടിടത്തോ മാത്രമല്ല, ഇറാൻ 4 സ്പോട്ടുകളിൽ നേരിട്ട് മിസൈൽ വർഷിച്ചു എന്നുള്ളതാണ്. അവരുടെ എല്ലാ സംവിധാനങ്ങളും മറികടന്നുകൊണ്ട് 4 സ്പോട്ടുകളിലേക്ക് ഇറാൻ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായിട്ട് ആക്രമണം നടത്തി. മിസൈൽ ആക്രമണമാണ് നടത്തിയത്. അതിൽ ടെല്ലവീവില്, ഹൈഫ, നതന്യ, ഹഷ്ഫുല, ഈ 4 പോയിന്റുകളിലേക്ക് കൃത്യമായിട്ടും ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ മധ്യ ഇസ്രയേലിലെയും തെക്കൻ ഇസ്രയേലിലുമായി വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചു എന്നുള്ള വാർത്ത. ഫത്ത 1 ശേഷം അവർ പുതിയൊരു മിസൈൽ കൂടി ഇന്നലെ പരീക്ഷിച്ചിട്ടുണ്ട്. അതിവേഗ മിസൈലുകളാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, ഈ എയർ ബോംബിങ്ങും മിസൈൽ ഇവിടെ നിന്ന് വിട്ടവിടെ ചെല്ലാനുള്ള സമയമൊക്കെ രണ്ടും രണ്ടാണ്. നേരെ ഇസ്രായേൽ ഇങ്ങനെ
F-35-ലും 16-ലൊക്കെ പറന്നു വന്ന ബോംബുകൾ ഇങ്ങനെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിട്ട് പോകുന്നത് വേറൊരു എഫക്റ്റ് ആണ്. മറിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇറാനിൽ നിന്നൊരു മിസൈൽ വിട്ട് അത് പറന്നു ചെന്ന് അങ്ങ് ഇസ്രായേലിലെത്തുക 1900 കിലോമീറ്ററിലധികം ഉണ്ട് ടെഹ്റാനിൽ നിന്ന് ടെല്ലവീവിലേക്ക്. അപ്പൊ അതിന്റെ ആ സമയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാദഗതികളൊക്കെ ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷേ ടെഹ്റാനിൽ നിന്ന് ടെല്ലവീവിലേക്ക് 1900-2000 കിലോമീറ്റർ ഉണ്ടെങ്കിലും ടെഹ്റാനിൽ നിന്ന് തൊടുക്കുന്ന ഒരു മിസൈൽ ടെല്ലവീവിലെത്താൻ 6-7 മിനിറ്റിനകത്ത് മതിയെന്നുള്ളതാണ്. അതായത് ഒരു ഫൈറ്റർ ജെറ്റ് പറന്നു വരുന്ന സമയം കൊണ്ട് അവിടെ നിന്ന് ഈ ജംബോ ജെറ്റ് സൂപ്പർ സോണിക്കിലൊന്നും അല്ലല്ലോ ഇസ്രായേൽ വന്ന് ആക്രമണം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പോലും ഈ ദൂരത്തെ പോലും അതിജീവിക്കുന്ന തരത്തിൽ അതിവേഗ മിസൈലുകൾ, അതിമാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ ഓരോ ദിവസവും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സെജിൽ എന്ന് പറയുന്ന പുതിയൊരു ഐറ്റമാണ് ഇന്നലെ ഇറാൻ ഇറക്കിയിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ ഇതിനിടയ്ക്ക് ചിലപ്പോൾ മൊത്തം വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, IAEAയുടെ ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി ഇന്ന് അൽ ജസീറയോടും ഇന്നലെ CNN-നോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തെളിവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ പറയുകയാണ്, ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്നതിന്റെ ഒരു തെളിവും ഞങ്ങളുടെ പക്കലില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ഉത്തരങ്ങളൊന്നുമില്ലാത്ത കുറെ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതേസമയം ഈ സൊറോക്ക ആശുപത്രിയിലേക്കല്ല, തൊട്ടടുത്തുള്ള ഒരു മിലിറ്ററി, നേരത്തെ പറഞ്ഞല്ലോ, അവിടേക്കാണ് ആക്രമിച്ചത് എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഷലോമി കോഡേഴ്സ് പറയുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഈ ആശുപത്രിയിൽ ഉണ്ടായി. ഹോസ്പിറ്റൽ മുഴുവൻ ഇപ്പോൾ ബങ്കറിലാണ്. ഒത്തിരി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പല ഈ പ്രധാനപ്പെട്ട സർജിക്കൽ വാർഡടക്കം പല ഈ അത്തരത്തിലുള്ള വാർഡുകളും ICU ഒക്കെ തകർന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. അതേസമയം നെതന്യാഹു പറയുന്നത് ഖമനേയി ബങ്കറിലിരുന്ന് ഭീരുത്വം നിറഞ്ഞ ആക്രമണങ്ങൾ നടത്തുകയാണ്, അതുകൊണ്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. വലിയ വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളുടെ ആശുപത്രിയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ ആരോഗ്യമന്ത്രി യൂറിയൽ ബ്യൂസോയും ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച അറാഖിലേക്ക് വന്നാൽ, അറാഖ് ജല ആണവ നിലയത്തിലേക്ക് വന്നാൽ അവിടെ പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണം കാര്യമായി നടക്കുന്നുവെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ JPCOA നമ്മൾ ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഈ ഇറാനുമായി ഒപ്പുവെച്ച ആ ഒരു ആണവ സന്ധി ഉണ്ടല്ലോ, ആണവ സന്ധിയുമായി ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണമൊക്കെ കുറച്ച് അതിന്റെ ലെവലൊക്കെ അളവൊക്കെ കുറച്ച് കുറയ്ക്കാമെന്ന അഗ്രിമെന്റിലൊക്കെ ഇറാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാര്യം അത്രയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണെന്ന് പറയാനാണ് ഞാൻ അതുകൂടി പറഞ്ഞത്. ഇപ്പൊ ഇസ്രായേലിലെ ഒരു നമ്മൾ ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറയുന്നല്ലോ, പൊളിറ്റിക്കൽ കമന്റേറ്റർ എന്ന് പറയാവുന്ന ഒരാൾ അത് അൽ ജസീറയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇസ്രായേലിലെമ്പാടും ഇന്നലെയും ഇന്നുമായി ഇറാന്റെ ആക്രമണം നിരവധി ഇടങ്ങളിൽ നടന്നു, ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി. പക്ഷേ ഭരണകൂടമാകെ ഈ ആശുപത്രി ആക്രമണത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്, ഇസ്രായേലിൽ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങളൊക്കെ നന്നായി അധിവസിക്കുന്ന ഒരു ടൗൺഷിപ്പുകൾ, പല ടൗൺഷിപ്പുകൾക്കൊക്കെ ഇടയിൽ വേണമെങ്കിൽ നമ്മൾ മനുഷ്യ കവചം എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ മനുഷ്യര് തിങ്ങിപ്പാർക്കുന്ന ഒരിടത്തിന്റെ നടുവിലാണ് ഇവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ്. അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ സിവിലിയൻ നെയ്ബർഹുഡ്സ്, ടൗൺസ്, ഇതിനെല്ലാം ഇടയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആക്രമണം നടത്തിയാൽ തൊട്ടടുത്തുള്ള ഏത് ഇടത്ത് വീണാലും, ലക്ഷ്യം തെറ്റിപ്പോയാൽ ഏതിടത്തും വീഴാമല്ലോ, ഇത്രയും ദൂരെ നിന്ന് വർഷിക്കുന്ന മിസൈലുകളാണല്ലോ. അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയാക്കാതെ ആശുപത്രി ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആക്രമണങ്ങളെ കുറിച്ചൊന്നും മൗനം പാലിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ്. അതേസമയം ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. എനിക്കറിയില്ല, ഇസ്രായേലിൽ നിന്ന് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വാർത്തകൾ കിട്ടുന്നുണ്ടോ, അവിടുത്തെ സാഹചര്യം എന്താണ്, അതുപോലെ ബങ്കറുകളിലാണോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ കഴിയുമെങ്കിൽ ഇത് വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമെന്ന് കരുതുന്നു. ഈ ഇസ്രായേലിലെ ഈ പൊളിറ്റിക്കൽ കമന്റേറ്റർ പറയുന്നു അവിടുത്തെ ജനങ്ങൾ ഒന്നും അറിയുന്നില്ലെന്നാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു വാർത്തകളും അവിടുത്തെ അവര് ഔദ്യോഗികമായി നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്രയധികം മീഡിയ സെൻസർഷിപ്പ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റു ചില വാർത്തകളിലേക്ക് വന്നാൽ, ഇപ്പോൾ ഇസ്രായേലിലെ ഹോളോണിൽ നേരിട്ട് ഇറാന്റെ മിസൈൽ പതിച്ച സ്ഥലമാണ്. അവിടെ 25-ലധികം പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്.
അവിടെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു. അതുപോലെ റമാത് ഖാൻ അവിടെ ഒരു കെട്ടിടം തകർന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇറാനിലേക്ക് വന്നാൽ ഇറാനിലെ കരാജ്, ഖോണ്ടാബ് മേഖലകളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആൾനാശമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഗസയിൽ ഇസ്രായേൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിനിടയിൽ ഗസയിൽ എന്താണ് നടക്കുന്നതെന്ന് ലോകം അറിയുന്നില്ല. ഗസയിലേക്ക് ആരും ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാകില്ല. അവിടെ കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. 16 പേർ അവിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോഴും യുദ്ധം അധികം നീട്ടിക്കൊണ്ടുപോകാൻ ഇസ്രായേലും ഇറാനും ഒന്നും താല്പര്യപ്പെടുന്നില്ല എന്ന നിലയിൽ ഉള്ള ഒരു സാഹചര്യമുണ്ട്. കാര്യം ഈ ആൾനാശം ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേല് സമീപകാല ചരിത്രത്തിൽ ഒന്നും കണ്ടിട്ടില്ലാത്തവണ്ണം തകർന്ന ടെല്ലവീവും തകർന്ന ഹൈഫയും ഒക്കെയാണ് അതിനൊക്കെയാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിനെതിരെ മാത്രമല്ല, ഗസ ആക്രമണത്തിനെതിരെയൊക്കെ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളുടെ സുരക്ഷിതത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റം, അതൊക്കെ ബന്ധപ്പെട്ട് വലിയ ബഹുജന പ്രക്ഷോഭം രാപകലില്ലാതെ എത്രയോ ആഴ്ചകളോളം നടന്നുകൊണ്ടിരുന്നു. ബന്ദിമോചനം ഇതുവരെ സാധ്യമായിട്ടില്ല. ഏതാണ്ട് 1.25 വർഷത്തോളമായിട്ട് ഇസ്രായേലിലെ പൗരന്മാർ അവരുടെ തെറ്റുകൊണ്ടല്ലാതെ അവരെ ഇങ്ങനെ ഹമാസ് ബന്ദിയാക്കി കൊണ്ടുപോയിട്ട് അവരിപ്പോഴും ആ ബന്ദി ജീവിതം തുടരുകയാണെന്നൊക്കെയുള്ള വല്ലാത്ത പ്രശ്നങ്ങൾ ഇസ്രായേലിനകത്തുണ്ട്. അതിനിടയിലാണ് ഈ യുദ്ധവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഈ കാര്യങ്ങളെയൊക്കെ ഇപ്പോ അത്തരം എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളെയും അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. കാര്യം എല്ലാവരും ഷെൽട്ടറുകളിൽ കഴിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അത് അനുസരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയുമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ ആക്രമണം, ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ആക്രമണം നിർത്തുന്നതിനെ കുറിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട ചർച്ചകൾ, ഇപ്പൊ ഈജിപ്റ്റാണ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് പല രാജ്യങ്ങളെ ഒക്കെ സമീപിച്ച് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ റഷ്യ ഇതിൽ കൃത്യമായിട്ടും ആദ്യഘട്ടം മുതൽ റഷ്യ ഇറാനോടൊപ്പമാണ് എന്ന് ഒരു നിലപാട് കൃത്യമായിട്ടും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഖമനേയെ വധിക്കുമെന്നുള്ള ഇറാന്റെ ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും ഒക്കെ കമന്റുകളോട് പുടിൻ പ്രതികരിച്ചത് എനിക്ക് അതിനെക്കുറിച്ച് അത് കേൾക്കുക പോലും വേണ്ട, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല, അങ്ങനെ ഒരു കാര്യം എനിക്ക് കേൾക്കുക പോലും വേണ്ട എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക അല്ലാതെ ആയുധവും എല്ലാം പണവും എല്ലാം കൊടുത്ത് സ്പോൺസർ ചെയ്യുന്ന യുദ്ധമാണ്, അമേരിക്കൻ സ്പോൺസേർഡ് യുദ്ധമാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി അമേരിക്ക നേരിട്ട് യുദ്ധവിമാനങ്ങളും അതുപോലെ അതൊക്കെ ഇറക്കിയിട്ട് ഇറാനെ തരിപ്പണമാക്കാനുള്ള ഒരു ബോംബിംഗ് പരിപാടിയിലേക്കൊക്കെ വന്നാൽ റഷ്യയും ചൈനയും ഇടപെടും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും അവർ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ അങ്ങനെ തന്നെയാണ്. ആ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പുടിൻ കൃത്യമായും പറയുന്നുണ്ട്. ചൈനയും ആ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇപ്പോ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള സമയമായി കാണും. ഇനിയിപ്പോ നമ്മളൊക്കെ ക്ഷമിക്കണം, അപ്പൊ അദ്ദേഹം ഉറങ്ങുകയാണ്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഉണരും. അപ്പോ നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്തായിരിക്കും അദ്ദേഹം എണീച്ച് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ പറയുക. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നുള്ള നിലയിലാണ് ട്രംപ് പറയുന്നത്. ഞാൻ ചിലപ്പോൾ നേരിട്ടങ്ങ് യുദ്ധത്തിൽ പങ്കെടുക്കും, ചിലപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല. അപ്പൊ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനൊന്നും പറഞ്ഞില്ലേ, പിന്നീട് പറഞ്ഞിരുന്നു ഗംഭീരം, എക്സലന്റ്. അപ്പൊ ഇതാണ് ട്രംപിന്റെ ഒരു രീതി. അപ്പൊ ട്രംപ് എന്ത് പറയുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തും ചെയ്യും എന്നുള്ള നിലയിൽ ട്രംപ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് വരുന്ന മണിക്കൂറുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ആക്രമണം ഈ നിലയ്ക്ക് തുടർന്നാൽ ഇറാന് സത്യത്തിൽ ഇതൊരു അവസരം കൂടിയാണ്. അവരുടെ ഈ വലിയ ആയുധപ്പുരയിൽ അവരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ആരൊന്നും വാങ്ങിച്ചതല്ല. സ്വന്തമായിട്ട് അവർ തന്നെ പറയുന്നത് പ്രകാരമാണെങ്കിൽ അവർ ഞങ്ങളുടെ ചെറുപ്പക്കാർ വർഷങ്ങൾ രാപകലില്ലാതെ ഉറക്കമില്ലാതെ ഊണില്ലാതെ ഇരുന്ന് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ആയുധങ്ങളാണ്. അപ്പൊ ആ ആയുധങ്ങളുടെയൊക്കെ അവർക്കൊരു നിഗമനമുണ്ട്. ഇത്രയൊക്കെയാണ് അവർ നടത്തുന്ന പ്രാദേശികമായി അല്ലെങ്കിൽ അവിടെയൊക്കെ അവർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ അവർക്കൊരു നിഗമനമുണ്ട്. ഇതിന്റെ അവസ്ഥ ഇത്രയാണ്, ഇത് ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കും, ഇതിന്റെ വേഗത ഇത്രയാണ്, ഇതിന് ഇത്ര പ്രഹരശേഷിയുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് ഇറാൻ ഇത് മാറുന്നുണ്ട്. അത് ഒന്ന് ഫത്ത ബണ്ണിറക്കി, സെജിലിറക്കി, 2 പുതിയ ഐറ്റങ്ങൾ പരീക്ഷിച്ചു. സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിലും എനിക്ക് തോന്നുന്ന ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം പോലെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ബോംബിടും, അപ്പൊ അവർ ഇസ്രായേൽ കുറച്ച് ബോംബിടും, അപ്പൊ ഇറാൻ കുറച്ച് മിസൈലുകൾ ഇങ്ങോട്ട് അയക്കും. അങ്ങനെയൊന്നും അല്ലെന്നാണ് തോന്നുന്നത്. 2 രാജ്യങ്ങളും വളരെ
ഒരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്ക് പോയിട്ടില്ല എന്നേ ഉള്ളൂ. സകല ആയുധങ്ങളും അടിച്ചുകൊണ്ടുള്ള 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ആക്രമണത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോയിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം. അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നവര് അത്തരത്തിൽ വല്ലാത്ത പ്രഷർ പല രാജ്യങ്ങളും യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ വല്ലാത്ത ഒരു അസ്ഥിരതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അത് മറ്റു രാജ്യങ്ങൾ, അപ്പൊ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ അടക്കം, ഇറാന്റെ അതിർത്തിയാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അങ്ങനെ വരുന്ന രാജ്യങ്ങൾ. ഇപ്പൊ ഈ സൈഡ് വരുമ്പോ ഇറാഖ്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങളാണ്. സൗദി ഒന്നും നേരിട്ട് ഇറാനുമായി അതിർത്തി പങ്കിടുന്നില്ല എങ്കിൽ പോലും വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇറാന്റെ വളരെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്, അതിർത്തി നേരിട്ട് പങ്കിടുന്നില്ല. കുവൈറ്റാണ് ഏറ്റവും അടുത്താണ് എനിക്ക് തോന്നുന്നത് ഇറാന്റെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ എല്ലാ രാജ്യങ്ങൾക്കും ഇതൊരു തലവേദനയും അവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ ഇതൊരു സംഘർഷവും ഒക്കെയാണ്. അപ്പോൾ ഇത് വല്ലാത്ത നാശനഷ്ടങ്ങളിലേക്കും ആൾനാശത്തിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തുകൂടിയാണ് ഈ മണിക്കൂറുകൾ, പശ്ചിമേഷ്യയിലെ ഈ മണിക്കൂറുകൾ. അത് വല്ലാത്ത സംഘർഷഭരിതമായ മണിക്കൂറുകളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിരന്തരമായി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ കാര്യമില്ലാതെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളിലേക്ക് പോയിട്ട് കാര്യമില്ലാത്തത് ഇല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് കുറച്ച് വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ പശ്ചിമേഷ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും അത് മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനലിലേക്ക് വരണം. മറ്റേ ചാനൽ, എന്റെ പേരിലുള്ള ചാനൽ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച്, അത് മാസ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. നമ്മൾ പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ കാര്യങ്ങളൊക്കെ, അമേരിക്കക്കെതിരെ പറയുന്നു, ഇസ്രായേലിനെതിരെ പറയുന്നു എന്നൊക്കെയുള്ള മാസ് ആയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ മോണിറ്റൈസേഷൻ ഇല്ലാത്ത ആ ചാനലിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിൽ മോണിറ്റൈസേഷൻ കട്ടായി പോകുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പോൾ നടത്താൻ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയണ ഒരു വിഷയത്തിൽ, ഇപ്പോ ഇറാന്റെ ഈ നിലപാട് ശരിയോ, അല്ലെങ്കിൽ നിലമ്പൂരിൽ ആര് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് ആ ചാനലിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുകൂടിയാണ് ഈ ചാനലിലേക്ക് കൂടി വന്നത്. അപ്പൊ ഈ ചാനലുമായി എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ. സമയം ഒത്തിരിയായി എന്നറിയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിവരങ്ങൾക്ക് വേണ്ടി തുടരുക. നിങ്ങൾ കമന്റുകൾ അയക്കുക. ഇസ്രയേലിലോ ഇറാനിലോ ഒക്കെയുള്ള മലയാളികൾ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കഴിയുമെങ്കിൽ അറിയിക്കുക. ഇപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ആർക്കും സുഖകരമല്ലാത്ത ഈ സംഘർഷം അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ ആ സമീപത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കും ലോകത്തിന് മൊത്തത്തിലും അതൊരു വല്ലാത്ത സംഘർഷാവസ്ഥ മാത്രമാണ് സമ്മാനിക്കുക. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഏറ്റുമുട്ടലുകളൊക്കെ അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം.